പച്ചരി വെച്ചിട്ട് കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബിരിയാണിയുടെ റെസിപ്പി കണ്ടു നോക്കാം. നിങ്ങൾക്ക് ബിരിയാണി അരി വെച്ചിട്ടും ഇതുപോലെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം സവോളയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് കുറച്ച് സമയം വഴറ്റിയെടുക്കണം. ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഞാനിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള അളവിലാണ് ഞാൻ ബാക്കി ചേരുവകളെല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പച്ചരിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് കഴുകി വെള്ളം ഊറ്റി മാറ്റണം കേട്ടോ, അതല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. ഇതിലേക്ക് ചെറിയൊരു ക്യാരറ്റും കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു നാരങ്ങയുടെ പകുതി നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. സവോളയിൽ നമ്മൾ അല്പം ചേർത്ത് കൊടുത്തിരുന്നു. ഇത് പിന്നെ ഒരുപാട് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ നീര് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. എന്നിട്ട് തുറന്ന് നോക്കാം. എയറൊക്കെ പോയ ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പച്ചരി വെച്ചിട്ടുള്ള ബിരിയാണി ആയതുകൊണ്ട് തന്നെ തുറക്കുന്ന സമയത്ത് ചെറിയൊരു ഒട്ടലൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം ഈ ഒരു പച്ചരിക്ക് ഒരു ഒട്ടലൊക്കെ ഉണ്ടല്ലോ, ചൂടാറി കഴിയുമ്പോൾ ശരിയാവും. പിന്നെ ബിരിയാണി അരി അല്ലാത്തതുകൊണ്ട് ഒറിജിനൽ ബിരിയാണി ആയിട്ട് മാറില്ല കേട്ടോ. പിന്നെ കുക്കറിൽ വെച്ചതല്ലേ, ദമ്മൊന്നും ഇടാത്ത ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബിരിയാണി. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എപ്പോഴേലൊക്കെ കുട്ടികൾ ബിരിയാണിയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. അതല്ലാതെ ഒറിജിനൽ ബിരിയാണി അല്ല കേട്ടോ. എന്നാലും ടേസ്റ്റ് അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.